മദീന ഷേഖുന CP ഉസ്താദ്. മുസ്ലിയാർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഒരുപാട് ആളുകൾ ഇത് പറയും. അത്രയധികം ആളുകളെ നന്മയിലേക്ക് കരകയറ്റിയ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അവിടുന്ന്. സ്നേഹജനങ്ങൾക്കും ശിഷ്യർക്കും മഹത്തുക്കളെ അറിയാനുള്ള ഒരു വസീലയായിരുന്നു അവിടുന്ന്. ഒരുപാട് ആളുകൾക്ക് സത്യദീനിൻ്റെ വെളിച്ചം പകരാനും ആ കൈകൾക്ക് സാധിച്ചു എന്നത് അധികമാരും അറിയാത്ത പൊരുളാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന അങ്ങോളം ഇങ്ങോളമുള്ള ഷാദുലി ഹലറകളിൽ മഹാന്മാരിലേക്ക് ഫാത്തിഹയുടെ മിസ്ല് സവാബ് ഓതി അയക്കുമ്പോൾ വടകര ഓറോടൊപ്പം വ ഇലാ ഹദറത്ത് ഷെയ്ഖിന അബ്ദുൽ ഖാദിർ മൗലാന എന്ന് കേൾക്കാൻ കഴിയും. വടകര മമ്മദാജി തങ്ങൾക്ക് ശേഷം ഷാദുലി റാത്തീബിനെ കേരള ജനതയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഷെയ്ഖുനയും അവിടുത്തെ മക്കളുമടങ്ങുന്ന ശിഷ്യരാണെന്ന് പറഞ്ഞാൽ അധികമാവില്ല. ഇന്ന് ഷാദുലി റാത്തീബ് കേരളത്തിലെ ഉലമാക്കളുടെ റാത്തീബ് ആയിത്തീരാൻ ഉള്ള വലിയ ഒരു കാരണം ഷേഖുന CP ഉസ്താദാണ്. മുസ്ലിയാർ സമൂഹത്തിന് ത്വരീഖത്തില്ല, തസവുഫ് അറിയില്ല, ഇഹ്സാൻ കേട്ടിട്ട് പോലുമില്ല. മുഷാഹദയും മുറാഖബയുമെല്ലാം ഞങ്ങൾക്ക് മാത്രം പ്രത്യേകമായി ഉള്ളതാണ് എന്നൊക്കെ നാഴികക്ക് 40 വട്ടം നാവിട്ടടിക്കുന്ന സമൂഹത്തിന് മുന്നിൽ ജീവിതം കൊണ്ട് സൂഫിസം വരച്ചു കാട്ടിയ ആളായിരുന്നു ഷെയ്ഖുന CP ഉസ്താദ് എന്ന അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. മഹത്തുക്കളുമായുള്ള ബന്ധമാണ് ഉസ്താദിനെ ഇങ്ങനെയെല്ലാം ആക്കിയത്. മകനെ ഇനി എന്തു ചെയ്യണം എന്ന് ഷെയ്ഖുന മടവൂരിൻ്റെ അടുക്കിലേക്ക് ചെന്നെത്തി ചോദിച്ച പിതാവ് അഹമ്മദ് കുട്ടി ഹാജിയോട് അവിടുന്ന് പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ദർസിൽ ചേർന്ന് ഇൽമ പഠിക്കട്ടെ. ആ ഗുരുശിഷ്യ ബന്ധം ജീവിതാന്ത്യം വരെ ഊഷ്മളമായി തന്നെ നിലനിന്നിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഭാര്യ സഹോദരിയെ വിവാഹം കഴിച്ച CP ഉസ്താദിൻ്റെ 2 ആൺമക്കളും വിവാഹം ചെയ്തത് കാന്തപുരം ഉസ്താദിൻ്റെ മക്കളെയാണ് എന്നത്. ഇനി എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവളെയും ഞാൻ ഉസ്മാനെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച മുത്തുനബിയുടെ സ്നേഹമാണ് ഇവിടെ ഒരു ഗുരുവിനും ശിഷ്യനുമിടയിൽ നമുക്ക് കാണാനാവുക. പിന്നീട് അങ്ങോട്ട് ജീവിച്ചിരുന്നവരും വഫാത്തായവരുമായ ഒരുപാട് മഹത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു ഷെയ്ഖുന വടകര മമ്മദാജി തങ്ങളുടെ അടുക്കലേക്ക് ദർസ് നടത്താൻ പോകണമെന്ന നിർദ്ദേശം ചാലിയത്തെ നൂറുദ്ദീൻ ഷേഖിൻ്റെ മസാറിൽ നിന്നാണ് ലഭിച്ചത്. നിനക്ക് ഞാൻ എല്ലാം തന്നിരിക്കുന്നുവെന്ന ഷെയ്ഖുന മടവൂരിൻ്റെ പ്രഖ്യാപനവും അവരുമായുള്ള ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഷെയ്ഖുന കമാലുദ്ദീൻ ഉമറുൽ ഖാദിരിയുമായും നല്ല ബന്ധം തന്നെയായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. മശായിഖുമാരുടെ പൊരുത്തം തേടി അജ്മീറിലേക്കും ഏർവാടിയിലേക്കും നാഗൂരിലേക്കും മുത്തുപ്പേട്ടയിലേക്കും ഒക്കെയുള്ള യാത്രകൾ പലതും പരിവാര സമേതം തന്നെയായിരുന്നു. താൻ നടന്ന വഴിയെ മക്കളെയും ഇഷ്ടജനങ്ങളെയുമെല്ലാം വഴി നടത്താൻ ഉസ്താദ് സദാ ശ്രമിച്ചിരുന്നു. 8 ആൺമക്കളെയും കിതാബ് ഓദിക്കാനും വലിയ ആലിമ്യങ്ങളാക്കാനും ഉസ്താദ് പരിശ്രമിച്ചു എന്നത് എടുത്തു പറയേണ്ട വലിയൊരു മഹത്വം തന്നെയാണ്. ഒരിക്കൽ ഷെയ്ഖുന ബഹറുൽ ഉലൂം OK ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് സംസാരിച്ചു മടങ്ങുന്ന ധനികനായ ഒരു ഹാജിയാരെക്കുറിച്ച് OK ഉസ്താദ് പറഞ്ഞു, വലിയ പൈസക്കാരനാണ്, ദീനിന് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്ന നല്ല മനുഷ്യനാണ് അയാൾ, ഒരുപാട് സേവനങ്ങൾ വേറെയും. പക്ഷേ തൗഫീഖ് ഇല്ലാതെ പോയി. 3 ആൺമക്കളുണ്ടായിട്ടും ഒരാളെപ്പോലും മുതഅല്ലിമാക്കിയില്ലല്ലോ. മുതഅല്ലിമിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞവർക്ക് അതൊരു തീരാ സങ്കടം തന്നെയായിരിക്കും. ആത്മാർത്ഥമായി റബ്ബിൻ്റെ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോകുന്ന വഴിയെല്ലാം മലക്കുകൾ ചിറകുവിരിക്കും. എന്തിനേറെ ഒരു മുതഅല്ലിം ഒരു ഖബർസ്ഥാനിനരികിലൂടെ നടന്നു പോയാൽ ആ ഖബറാളികൾക്ക് മുഴുവൻ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. മക്കളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമൊക്കെയാക്കുന്ന കൂട്ടത്തിൽ ഒരാളെ മുസ്ലിയാരുമാക്കിയാൽ ഒന്നും സംഭവിക്കാനില്ല സോദര. വരുമാനത്തിനും സ്റ്റാറ്റസിനുമൊന്നും ഒരു കേടുപാടും സംഭവിക്കാതെ റബ്ബ് കാത്തോളും. റബ്ബിൻ്റെ ദീൻ കാക്കാനല്ലേ. മുറിഞ്ഞു പോവാത്ത 3 സമ്പാദ്യങ്ങളിൽ ഒന്നായി അവരവിടെ അവശേഷിക്കുകയും ചെയ്യും. മുടങ്ങാതെ നിങ്ങളുടെ ഖബറിലേക്കുള്ള ഹദിയകളുമായി അവരെത്തും. മദീന പള്ളിയിലെ മുത്തുനബിയുടെ അഹ്ലുസുഫ ദർസിലെ മുതഅല്ലിമായ തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള പരാതിയുമായാണ് ആ ചെറുപ്പക്കാരൻ എത്തിയത്. ഇവൻ പണിയൊന്നും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചിലവിന് തികയുന്നില്ല നബിയെ. മുത്തുനബി തങ്ങൾ അധികമൊന്നും സംസാരിച്ചില്ല. കുറഞ്ഞ വാക്കുകളിൽ വലിയ അർത്ഥങ്ങൾ കൽപ്പിച്ചുള്ള സംസാരം. ജാമിഉൽ കലീമായ മുത്തുനബിയുടെ സവിശേഷത ആയിരുന്നല്ലോ. ഇവൻ കാരണമായിരിക്കാം നിനക്ക് റിസ്ക് ലഭിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു നിർത്തി അവിടുന്ന് പറഞ്ഞത്. ആ കച്ചവടക്കാരനോടാണെങ്കിലും ആ വാക്കുകളുടെ കുന്തമുന നീളുന്നത് നമ്മിലേക്ക് കൂടിയല്ലേ.
ഇൽമിൻ്റെയും മുതഅല്ലിമിൻ്റെയും ആലിമിൻ്റെയും മഹത്വം പറയാൻ ലേഖനങ്ങളും ലഘുകൃതികളും മതിയാവില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിപ്പരത്തുന്നില്ല. നമുക്ക് ഉസ്താദിലേക്ക് തന്നെ മടങ്ങാം. മഹത്തുക്കളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും അവരോടുള്ള അദബ് എങ്ങനെയായിരിക്കണം എന്നുമൊക്കെ ഉസ്താദി ഇഷ്ടജനങ്ങളെ നിരന്തരം ഉത്ബോധിച്ചു കൊണ്ടേയിരുന്നു. പുല്ലാലൂർ, പരപ്പാറ, ചെറുവണ്ണൂർ, ഉരുളിക്കുന്ന്, തുവക്കുന്ന്, കൊളപ്പുറം, തച്ചമ്പൊയിൽ, തളിപ്പറമ്പ്, വേങ്ങര, വലിയോറ ദാറുൽ മഅരിഫ്, ബുസ്താനാബാദ് മുജമ്മ തുടങ്ങിയ വടക്കൻ കേരളത്തിലെ ഒരുപാട് നാടുകളിൽ ഉസ്താദ് വഴി ഇൽമിൻ്റെ പ്രകാശമെത്തിയിരുന്നു. ദർസ് പോലെ തന്നെ അവിടുത്തെ പ്രഭാഷണങ്ങളും പ്രൗഢമായിരുന്നു. ഇന്ന് CP വാളു പറയും, ഓറ നല്ല വാള, വടകര ഓറാണ് പറയുന്നത്. ബിദ്അത്തിനെതിരെ ജീവിതാന്ത്യം വരെ സന്ധിയില്ലാ സമരം നടത്തിയ ഉസ്താദിൻ്റെ ശക്തമായ ഖണ്ഡന പ്രസംഗങ്ങൾ നവബിദ്അകളുടെ അടിവേരറുക്കുന്നവയായിരുന്നു. മക്കളെയെല്ലാം നല്ല ചിട്ടയിൽ തന്നെയാണ് ഉസ്താദ് വളർത്തിയത്. തഹജ്ജുദ് നിസ്കാരത്തിന് തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തും. നിസ്കാരങ്ങളും ഹദ്ദാദ് റാത്തീബും വിർദുകളുമെല്ലാം എല്ലാവരെയും ഒരുമിച്ചിരുത്തിയാണ് നടത്തുക. കുട്ടികളെയെല്ലാം കൂട്ടിയിരുത്തിയുള്ള മങ്കൂസും ഖുതുബിയത്തും മുഹീദ്ദീൻ റാത്തീബും ബദർബൈത്തുമെല്ലാം ആ തറവാട്ടിലെ പതിവ് കാഴ്ചകളായിരുന്നു. കയ്യിൽ ഒന്നുമില്ലെങ്കിലും പോലും സാധുജനങ്ങൾക്ക് കയ്യയച്ചു കൊടുക്കുന്ന ശൈലിയായിരുന്നു ഉസ്താദിൻ്റേത്. മക്കളെ കെട്ടിച്ചയക്കാൻ വകയില്ലാത്ത ഒരുപാട് പാവങ്ങളെ അവരുടെ കുടുംബക്കാർ പോലും അറിയാതെ ഉസ്താദ് സഹായിച്ചിരുന്നു. മുത്തുനബിയെക്കുറിച്ച് പറയുമ്പോൾ ചില സ്വഹാബത്ത് പറയും, മുത്തുനബി തങ്ങൾ എന്നെ തന്നെയാണ് നോക്കിയിരുന്നത്. എന്നെ പരിഗണിച്ചതുപോലെ വേറെ ആരെയും പരിഗണിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ തന്നെയായിരുന്നു ഉസ്താദും. ഇഷ്ടജനങ്ങൾ എല്ലാവരും പറയും, ഉസ്താദ് എൻ്റേതാണ്, എന്നോടായിരുന്നു ഉസ്താദിന് കൂടുതൽ സ്നേഹം എന്നൊക്കെ. അത്രയേറെ സ്നേഹം വാരിക്കൊടുത്തിരുന്നു ആ മനുഷ്യ സ്നേഹി. ശിഷ്യന്മാരോടുള്ള സ്നേഹമാണെങ്കിൽ പറയുകയും വേണ്ട. അവർക്ക് ഉപ്പയും ഉമ്മയുമെല്ലാം ഉസ്താദായിരുന്നു. അവേലം സെയ്ദ് മുഹ്സിൻ അഹ്ദൽ തങ്ങൾ, സെയ്ദ് സുഹൈൽ സഖാഫി മടക്കര, ഷെയ്ഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരിയുടെ ഇളയ മകനായിരുന്ന ബാവ മുസ്ലിയാർ, നരുക്കുനി ഹുസൈൻ മുസ്ലിയാർ, കുഞ്ഞാവ മുസ്ലിയാർ ഒക്കെ അവിടുത്തെ ശിഷ്യഗണങ്ങളിലെ പ്രമുഖരാണ്. ശിഷ്യരുടെ തുടർ പഠനവും വീട്ടുകാര്യങ്ങളും വിവാഹാന്വേഷണവും ആത്മീയതയും മുതൽ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലേക്ക് കയറി ചെന്ന് വേണ്ടതെല്ലാം അറിഞ്ഞു ചെയ്തിരുന്ന ഒരു ഖൈറുൽ മുറബിയായിരുന്നു ഉസ്താദ്. സംഭവ ബഹുലമായ ചെറുജീവിത കാലയളവിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും വേദനകളും നേരിട്ടിരുന്നു ഉസ്താദ്. ഒരുപാട് രോഗങ്ങൾക്കിടയിലും ഒന്നും അറിയാത്തതുപോലെ നിസ്കാരവും മറ്റ് ഫളീലകളുമായിരുന്നു കൂടെ. ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹ് 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 അല്ലാഹ്